1945 വെസ്റ്റ് വെർജീനിയയിലെ ഫയറ്റ്വില്ല. ക്രിസ്മസ് രാവിന്റെ ആവേശത്തിലായിരുന്നു ആ പ്രദേശമാകെ. അവധിക്കാലത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സോഡർ കുടുംബം. ഇറ്റാലിയൻ കുടിയേറ്റക്കാരായ ജോർജും ജെന്നി സോഡറും അവരുടെ 9 മക്കളും വളരെ സുഖപ്രദമായി ജീവിതം നയിക്കുന്ന സമയം. അതൊരു ക്രിസ്മസ് രാവായിരുന്നു. രാത്രിയായപ്പോൾ അവധിക്കാല സംഗീതം കേട്ട് കുടുംബം റേഡിയോയ്ക്ക് ചുറ്റും ഒത്തുകൂടി. 5 മുതൽ 14 വയസ്സ് വരെയുള്ള 9 കുട്ടികൾ: മൗറിസ്, മാർത്ത, ലൂയിസ്, ജെന്നി, ബെറ്റി, സിൽവിയ, ജോൺ, ജോർജ് സോഡർ ജൂനിയർ, മേരിയോൺ സോഡർ. ഇങ്ങനെ 9 മക്കൾ. അടുത്ത ദിവസം രാവിലെ സമ്മാനങ്ങൾ കൈമാറാനും തങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾ തുറന്നു നോക്കാനുമുള്ള സന്തോഷത്തിലായിരുന്നു ആ കുട്ടികൾ. എന്നാൽ മണിക്കൂറുകൾ കഴിയും തോറും വീട്ടുകാരിൽ ഒരു അസ്വസ്ഥത ഉടലെടുത്തു. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന ഭീതി ആ ഗൃഹനാഥനെയും ഭാര്യയെയും അലട്ടി. തോന്നലുകൾ ശരിവയ്ക്കുന്ന തരത്തിൽ പെട്ടെന്നാണ് ബേസ്മെന്റിൽ തീ ആളിപ്പടർന്നത്. ജോർജ് സോഡർ അത് പരിശോധിക്കാൻ പുറത്തേക്കിറങ്ങി. പെട്ടെന്ന് തീ ആളിപ്പടർന്ന് വീടിനെ വിഴുങ്ങാൻ തുടങ്ങി. രക്ഷപ്പെടാൻ വീട്ടുകാർ പരിഭ്രാന്തരായി ഓടി. ജോർജും ജെന്നിയും 4 കുട്ടികളും പുറത്തിറങ്ങിയെങ്കിലും മറ്റ് 5 പേരെ എങ്ങും കണ്ടെത്താനായില്ല. തീ പിടിച്ച വീടിനുള്ളിൽ വീട്ടുകാർ പരിഭ്രാന്തരായി തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടികളെക്കുറിച്ച് സൂചനകളൊന്നും ലഭിക്കുന്നില്ല. ഒടുവിൽ അഗ്നിശമന സേന എത്തുന്നു. തീ അണയ്ക്കുന്നു. എന്നിട്ടും അവരെ കണ്ടെത്താനായില്ല. 5 സോഡർ കുട്ടികൾ അപ്രത്യക്ഷരായിരിക്കുന്നു. മൗറിസ്, മാർത്ത, ലൂയിസ്, ജെന്നി, ബെറ്റി എന്നിവരെ കാണാതായിരിക്കുന്നു. 14 വയസ്സുകാരി മൗറിസ്, 12 വയസ്സുകാരി മാർത്ത, 9 വയസ്സുകാരൻ ലൂയിസ്, 8 വയസ്സുള്ള ജെന്നി, 5 വയസ്സുള്ള ബെറ്റി, ഇളയ കുട്ടി സിൽവിയ 2 വയസ്സ്. തുടർന്നുള്ള അന്വേഷണം വെസ്റ്റ് വെർജീനിയ ചരിത്രത്തിലെ ഏറ്റവും വലുതും വിപുലവുമായ ഒന്നായിരുന്നു. ഡിറ്റക്റ്റീവുകൾ പ്രദേശം അരിച്ചുപെറുക്കി. കാണാതായ കുട്ടികളുടെ എന്തെങ്കിലും സൂചനകൾക്കായി തിരഞ്ഞു. മൃതദേഹങ്ങളോ പോരാട്ടത്തിന്റെ അടയാളങ്ങളോ മറ്റെന്തെങ്കിലും അപകടം നടന്നതിന്റെ തെളിവുകളോ അവർക്ക് കണ്ടെത്താനായില്ല. പക്ഷേ 5 കുട്ടികൾ അപ്രത്യക്ഷരായിരിക്കുന്നു. അതും സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും കൂടപ്പിറപ്പുകളുടെയും മുന്നിൽ വെച്ച്. നിമിഷങ്ങൾക്കുള്ളിൽ അവർ എവിടെ മാഞ്ഞു? ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും മാറിയപ്പോൾ സോഡർ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു തുടങ്ങി. അവർക്ക് നിരവധി സന്ദേശങ്ങൾ ലഭിച്ചു. അവരെ പലയിടത്തും കണ്ടുവെന്ന അറിയിപ്പുകളും കത്തുകളും എത്തുന്നു. പക്ഷേ അവയൊന്നും കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിലേക്ക് നയിക്കുന്നില്ല എന്ന് മാത്രം. ക്രിസ്മസ് രാവിൽ സോഡർ ഹോമിന് സമീപം സംശയാസ്പദമായ ഒരു വ്യക്തിയെ കണ്ടു എന്ന ഒരാൾ മൊഴി നൽകി. പക്ഷേ അവനെ കണ്ടെത്താനും അവർക്കായില്ല. ക്രിസ്മസ് തലേന്ന് സോഡർ കുട്ടികൾ സുരക്ഷിതരാണെന്ന് അവകാശപ്പെട്ട് ഒരു സ്ത്രീക്ക് നിഗൂഢമായ ഒരു ഫോൺ കോൾ ലഭിച്ചു എന്നും പറയപ്പെടുന്നു. എന്നിരുന്നാലും ഈ കോളിന്റെ ഉറവിടവും കണ്ടെത്താനായില്ല. ഈ കേസ് ഒരു നിഗൂഢമായി തുടർന്നു. വർഷങ്ങളായി നിരവധി കാരണങ്ങൾ ഉയർന്നു വന്നു. ചിലർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാം എന്ന് വിശ്വസിച്ചു. അവർ തീയിൽ വെന്തു മരിച്ചതാകാം എന്ന് കരുതി. എന്നാൽ ഇതിനെ ന്യായീകരിക്കുന്ന ഒരു തെളിവും ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റുള്ളവർ പറയുന്നത് പോലെ ആ തീയിൽ ആ കുട്ടികൾ വെന്തുരുകിയിട്ടുണ്ടെങ്കിൽ അവരുടെ മൃതദേഹാവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകളോ ഉണ്ടാവേണ്ടതല്ലേ? എന്നാൽ മൃതദേഹാവശിഷ്ടങ്ങളോ തെളിവുകളുടെയോ അഭാവം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നിർണ്ണയിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ മാഞ്ഞുപോയി. സോഡർ കുടുംബം ഒരിക്കലും പ്രതീക്ഷ കൈവിട്ടില്ല. പക്ഷേ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ മാത്രമായി അവർക്ക് അവശേഷിച്ചു. കാണാതായ സോഡർ കുട്ടികളുടെ കേസ് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും അമ്പരപ്പിക്കുന്നതും വെളിപ്പെടുത്താനാവാത്തതും പരിഹരിക്കപ്പെടാനാകാത്തതുമായ നിഗൂഢതകളിലൊന്നായി ഇപ്പോഴും തുടരുന്നു. ചിലപ്പോൾ ഏറ്റവും വിപുലമായ അന്വേഷണങ്ങളിലൂടെ പോലും ചില സത്യങ്ങൾ ഒരിക്കലും വെളിപ്പെടില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഇന്നും ആ സത്യം നിഗൂഢമായി എവിടെയോ മറഞ്ഞിരിക്കുന്നു.